ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ശബരീശ സന്നിധിയിലേക്ക് വൻ ഭക്തജന പ്രവാഹമാണ് ഉണ്ടാകുന്നത്. മേടമാസ പൂജകൾക്കായി തുറന്ന ശബരിമല നട മറ്റന്നാൾ അടയ്ക്കും. സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല നട തുറന്നതിന് ശേഷം മേടമാസ പൂജകൾക്ക് വേണ്ടിയിട്ടാണ് ശബരിമല നട തുറന്നത്. അതിനുശേഷം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രവാഹം തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയ്യന് മുന്നിൽ വിഷുക്കണി കാണുക എന്നുള്ളൊരു ആഗ്രഹം പലർക്കും ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ആഗ്രഹം സാഫല്യം തന്നെയായിരുന്നു. വിഷു ദിനത്തിൽ ഇവിടെ വിഷുക്കണി കാണുന്നതിന് വേണ്ടി നിരവധി ഭക്തർ എത്തി. അതിനുശേഷം ഇപ്പോഴും ഭക്തരുടെ ഒരു പ്രവാഹം തന്നെയാണ്. നിരവധി ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ആ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മേടമാസ പൂജകൾക്ക് വേണ്ടി ശബരിമല നട തുറന്നത്. സാധാരണ മാസം ആദ്യം തുറക്കുമ്പോൾ 5 ദിവസമാണ്. പക്ഷേ വിഷു ആയതുകൊണ്ട് തന്നെ വിശേഷ പൂജകൾ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ 8 ദിവസമാണ് ശബരിമല നട തുറന്നത്. അടുത്ത ദിവസം 18-ാം തീയതിയാണ് ശബരിമല നട അടയ്ക്കുക. ഈ 8 ദിവസങ്ങളിലും മേടമാസം 1-ാം തീയതിക്ക് ശേഷം വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ പാല. എത്രത്തോളം എന്താ തിരക്കൊക്കെ? തിരക്ക് കുറവാണ്, പഴയൊന്നുമില്ല. സുഖമായിട്ട് തൊഴാൻ? എപ്പോഴാണ് വന്നത്? ഞാനൊരു 5 മണി കഴിഞ്ഞ് ഇറങ്ങി വന്നു. പമ്പയിൽ നിന്ന് വൈകുന്നേരം കയറി പോകുന്നത്. ബസ് എടുത്താൽ വന്നത്, പിള്ളേരൊക്കെ ഉള്ളൂ. എൻ്റെ മകനായത് ശബരിമലയിലേക്ക് അങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. എന്താ തോന്നുന്നത്? സന്തോഷം, കാണാൻ കഴിയാനുള്ള വലിയ ഭാഗ്യമാണ്. എങ്ങനെ ശബരിമലയിലേക്ക് ആദ്യമായിട്ടാണ്? അതെ അതെ, ആദ്യമാണ് വരുന്നത്. എങ്ങനെ ഇവിടെ വന്നപ്പോൾ എന്താ ഒരു ഫീലിങ്സ്? വല്ലാത്തൊരു അനുഭവമാണ്. പയ്യനെ തൊഴാൻ വേണ്ടി നിൽക്കുകയാണല്ലേ? അതെ അതെ അതെ. കാണുമ്പോൾ ഭയങ്കര അനുഭൂതി തന്നെ. കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതെ, ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചതാണ്. അങ്ങനെ ഭക്തർ വലിയൊരു ആത്മസംതൃപ്തിയിൽ തന്നെയാണ്. കാരണം ആദ്യമായി വരുന്നുണ്ട്, മാളികപ്പുറമുണ്ട്, നിരവധി മാളികപ്പുറമുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകളുണ്ട്. അയ്യനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. വലിയൊരു ആത്മസംതൃപ്തിയിൽ തന്നെയാണ്. അല്പസമയത്തിനകം അവർക്ക് അയ്യനെ കാണാൻ കഴിയും. പമ്പയിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇവിടേക്ക് വന്നത് എങ്കിൽ പോലും ആ ഒരു വലിയ സംതൃപ്തിയിലും സന്തോഷത്തിലും ഒക്കെ തന്നെയാണ് അവർ ഉള്ളത്. അടുത്ത 18-ാം തീയതിയാണ് നട അടയ്ക്കുക. അതുവരെ ഇത്തരത്തിലുള്ള വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ഇവിടെ ഉണ്ടാകും.